Hello everyone, welcome to AGS BEd classes. ഇന്നത്തെ ക്ലാസ്സിൽ അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന പേപ്പറിലെ 5th ചാപ്റ്റർ പ്രിവലന്റ് പ്രാക്ടീസസ് ഓഫ് അസസ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഓൾറെഡി മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലെ. എന്നാലും ഈ ഒരു ടോപ്പിക്കിന്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എന്തിനാ പറഞ്ഞിട്ട് പോവാട്ടോ. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നമുക്ക് അരിത്തമെറ്റിക് മീൻ, മീഡിയൻ, മോഡിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. അരിത്തമെറ്റിക് മീനിനെ കുറിച്ചിട്ട് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മീഡിയനെ കുറിച്ചിട്ടാണ്. ഓക്കെ, എന്താ മീഡിയൻ എന്ന് പറഞ്ഞാല് നമുക്ക് തന്നിട്ടുള്ള ഒരു ഗിവൺ ഡിസ്ട്രിബ്യൂഷൻ, അതായത് നമുക്കിപ്പോ തന്നിട്ടുണ്ടായിരിക്കും എന്തായിരിക്കും തരാം, ക്ലാസ്സില് മാർക്കില് ഒരു ക്ലാസ്സില് കുട്ടികൾ അറ്റൈൻ ചെയ്ത മാർക്കുകളൊക്കെ ആയിരിക്കും നമുക്ക് ഡാറ്റ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. ആ ഗിവൺ ഡിസ്ട്രിബ്യൂഷന്റെ മിഡ് പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയാ, മീഡിയൻ എന്ന് പറയാം. ഇറ്റ് ഈസ് ദ പോയിന്റ് വിച്ച് ഡിവൈഡ് ദ ഗിവൺ ഡിസ്ട്രിബ്യൂഷൻ എക്സാക്ട്ലി ഇൻ ടു 2 halves. ഓക്കെ, ഇപ്പൊ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ തന്നെയാണ് അല്ലെ, ഒരു ഡാറ്റയുടെ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു കംപ്ലീറ്റ് ഡിസ്ട്രിബ്യൂഷനെ ഈക്വൽ പാർട്സ് ആക്കിയിട്ട് എന്ത് ചെയ്യും, അത് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇനി എങ്ങനെയാണ് മീഡിയനെ കമ്പ്യൂട്ട് ചെയ്യാന്നുള്ളത് നോക്കാം അല്ലെ. എങ്ങനെയാണ് മീഡിയൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ മീന് ഫൈൻഡ് ഔട്ട് ചെയ്തപ്പോ നമ്മൾ പറഞ്ഞു അല്ലെ, എന്താ മീന് ഫൈൻഡ് ഔട്ട് ചെയ്തപ്പോ നമ്മൾ 3 രീതിക്കാണ് നമുക്ക് ഡാറ്റ തരിക. ഇപ്പൊ ഒരു എന്റെ ക്ലാസ് റൂമിലെ കുട്ടികളുടെ മാർക്കാണ് നമുക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ അത് 3 രീതിയിൽ നമുക്ക് തരാം. ഒന്നില്ലെങ്കിൽ എങ്ങനെയായിരിക്കും, റോ ഡാറ്റ ആയിരിക്കും, അതായത് ഇൻഡിവിജ്വൽ മാർക്സുകളുടെ ഫോർമാറ്റിൽ നമുക്ക് തരാം. അല്ലെങ്കിൽ അതൊരു എന്താ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട്, ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് തരാം. അതന്നെ 2 രീതിക്ക് തരാം. ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് തരുമ്പോൾ, അതായത് ഡിസ്ക്രീറ്റ് സീരീസ് ആയിട്ട് തരുമ്പോൾ 2 രീതിക്ക് തരാം. ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഇപ്പം ഇത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇത്ര മാർക്ക് സ്കോർ ചെയ്തു ആ ഒരു ഫോർമാറ്റിൽ തരാം. അല്ലെങ്കിൽ ഒരു ക്ലാസ് ഇന്റർവെൽ ആയിട്ടും തരാം അല്ലെ. അതായത് 1 to 10 മാർക്സ് സ്കോർ ചെയ്ത കുട്ടികളുടെ നമ്പർ 5 ആയിരുന്നു, അങ്ങനെയും തരാം. ഓക്കെ, അപ്പൊ ഗ്രൂപ്പിഡ് ഡാറ്റ തരുമ്പോൾ തന്നെ നമുക്ക് 2 രീതിക്ക് തരാം. അല്ലെങ്കിൽ റോ ഡാറ്റ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യനിൽ നമ്മുടെ ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻലി 3 പാർട്ടായിട്ടാണ് ഓരോന്നിന്റെയും ഇത് നോക്കാനുള്ളത്. ഫസ്റ്റ് റോ ഡാറ്റ ആയിട്ട് തരുമ്പോൾ, അതായത് ഓരോ കുട്ടികളുടെയും ഇൻഡിവിജ്വൽ സ്കോർ നമുക്ക് തരികയാണെങ്കിൽ എങ്ങനെയാണ് മീഡിയൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, തന്നിട്ടുള്ള ഡാറ്റനെ ഒന്ന് ഓർഡറിൽ എഴുതണം അല്ലെ. അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ നമ്മൾ ഫസ്റ്റ് ഒന്ന് എഴുതണം. ഓക്കെ, എന്നിട്ട് മീഡിയൻ വാല്യൂ എന്ന് പറഞ്ഞാല് n+1 ഐറ്റം ഡിവൈഡഡ് ബൈ 2th ടേം ആയിരിക്കും മീഡിയന്റെ വാല്യൂ വരിക. അതായത് ഇപ്പൊ നമുക്ക് തന്ന ഡിസ്ട്രിബ്യൂഷനിൽ 6 എലമെന്റ്സ് ആണുള്ളത് എന്ന് വിചാരിക്കുക, 6 വാല്യൂസ് ആണുള്ളത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മീഡിയന്റെ വാല്യൂ ഏതായിരിക്കും വരിക, 6+1 7 അല്ലെ. ഓക്കെ, 6 എടുക്കണ്ട, നമുക്ക് 7 എടുക്കാം. ഓക്കെ, 7 എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാ 6 എടുക്കണ്ട എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. 7 ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 7+1 8 അല്ലെ, 8/2 4. 4th ടേം ആയിരിക്കും മീഡിയൻ. 4 ആണോ മീഡിയന്റെ വാല്യൂ വരിക? അല്ല, 4th ടേം റെപ്രസെന്റ് ചെയ്യുന്ന വാല്യൂ ഏതാണോ അതായിരിക്കും മീഡിയന്റെ വാല്യൂ വരിക. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ മീഡിയൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക. മീഡിയൻ കാണാൻ എങ്ങനെയാ, n+1/2 2th ടേം ആയിരിക്കും എന്ത് വരിക, മീഡിയന്റെ വാല്യൂ വരിക. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഞാൻ നമുക്ക് 6 എടുക്കണ്ട എന്ന് പറഞ്ഞതെന്ന് വെച്ചാല്, നമുക്ക് ഓഡ് നമ്പർ ആണ് തന്നത് എന്നുണ്ടെങ്കിലും ഈവൺ നമ്പർ ആണ് തന്നതെന്നുണ്ടെങ്കിൽ 2 രീതിക്കാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. 2 രീതിക്ക് എന്നല്ല, നമ്മളിപ്പോ 6 എടുത്തപ്പോ കണ്ടില്ലേ, 6+1/2th ടേം ആവും വരിക അല്ലെ. 6+1 എന്ന് പറഞ്ഞാൽ 7/2 എന്ന് പറയുമ്പോൾ എന്താവും, 3.5 ആവും അല്ലെ. 3.5th ടേം, നമുക്ക് 3rd ടേം ഏതാണെന്ന് അറിയാം, 4th ടേം ഏതാണെന്ന് അറിയാം. 3.5 എന്ന് പറഞ്ഞൊരു ടേം ഉണ്ടായിരിക്കും. നമുക്ക് ടോട്ടൽ ഒരു 5 സ്റ്റുഡൻസിന്റെ മാർക്ക് തന്നു വിചാരിക്കാം. ഫസ്റ്റ് ടേം ഉണ്ടാവും, സെക്കൻഡ് ടേം ഉണ്ടാവും, തേർഡ് വാല്യൂ, 4th വാല്യൂ ഉണ്ടായിരിക്കും അല്ലെ. 3.5th വാല്യൂ അല്ലെങ്കിൽ 3.5 എന്ന് പറഞ്ഞാൽ ആ ഒരു ടേമിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്, കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അതുകൊണ്ടാണ് ഞാനത് നമ്മൾ പിന്നെ പറഞ്ഞാന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഓഡ് നമ്പർ ആണ് നമുക്ക് തന്നതെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ എന്ത് കാണുക, നമ്മൾ n+1/2th ടേം തന്നെ കണ്ടാല് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും മീഡിയൻ ആയിട്ട് വരിക.
ഓക്കെ, ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ഉണ്ട്. ഇവിടെ നോക്കി 1 2 3 4 5 6 7 ടേം ആണുള്ളത്. ഓക്കെ, ഓഡ് നമ്പർ ആണ് അല്ലെ. അപ്പൊ വാല്യൂ മീഡിയന്റെ വാല്യൂ എന്തായിരിക്കും? 7 + 1 8/2. ഫോർത്ത് ടേം ആയിരിക്കും മീഡിയൻ ആയിട്ട് വരിക. അപ്പൊ ഈ ഒരു ഗിവൺ ഡിസ്ട്രിബ്യൂഷനിൽ ഫോർത്ത് ടേം ഏതാ വരുന്നത്? 1 2 3 4 22 ആണ്. സോറി, ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിൽ എഴുതണം അല്ലെ. ഓക്കെ, അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ 1 2 3 4 ഫോർത്ത് ടേം വരുന്നത് 53 ആണ് അല്ലെ. അപ്പൊ 53 ആണ് എന്ത് വരിക? ഈ ഒരു ഗിവൺ ഡിസ്ട്രിബ്യൂഷന്റെ മീഡിയൻ ആയിട്ട് വരിക. ഓക്കെ, ഇനി ഈവൻ നമ്പേഴ്സ് ഉള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് വിചാരിക്കുക. നമ്മൾ അതിന് എന്ത് ചെയ്തു? ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതണം. അസെൻഡിങ് ഓർഡറിൽ എഴുതി പിന്നെ എത്ര നമ്പർ ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യണം. 1 2 3 4 5 6 7 8 8 നമ്പേഴ്സ് ആണുള്ളത്. അതെന്താണ്? ഈവൺ നമ്പർ ആണ് അല്ലെ. ഈവൺ നമ്പർ ആകുമ്പോൾ നമ്മൾ 8 + 1/2 ആ സെയിം ഇക്വേഷൻ വെച്ചിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പൊ എന്ത് കിട്ടും? 8 + 1 9/2 4.5 ആണ് അല്ലെ. അപ്പൊ വാല്യൂ ഓഫ് ദ 4.5 ടേം ആണ് നമുക്ക് എന്ത് ആയിട്ട് വരിക. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടേം 13, സെക്കൻഡ് ടേം 22, തേർഡ് ടേം 37, ഫോർത്ത് ടേം 49, ഫിഫ്ത്ത് ടേം 53 അല്ലെ. നമുക്ക് കാണേണ്ടത് 4.5 ടേം ആണ്. അപ്പൊ ഫോർത്ത് ടേം 49 ആണ്, ഫിഫ്ത്ത് ടേം 53 ആണ്. നമുക്ക് ഇതിന്റെ രണ്ടിന്റെ ഇൻബിറ്റ്വീനായിട്ടുള്ള ഒരു എലമെന്റ് ആണ് കാണേണ്ടത് അല്ലെ. അപ്പൊ അതെങ്ങനെയാ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം? അതിന് നമ്മൾ വാല്യൂ ഓഫ് ദ ഫോർത്ത് ടേം പ്ലസ് 0.5 ഇൻറ്റു ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ടേം ആണ് കാണേണ്ടത്. ഓക്കെ, അതായത് ഏതിന്റെ ഇൻബിറ്റ്വീൻ ആയിട്ടുള്ള നമ്പർ ആണോ നമുക്ക് കിട്ടിയത്? ഇപ്പൊ 4.5 ആണെങ്കിൽ 4ന്റെയും 5ന്റെയും ഇടയിലുള്ള ടേംസുകളുടെ ഡിഫറൻസ് കാണാം. ഇനി 3.5 ആണ് നമുക്ക് കിട്ടിയെങ്കിൽ എങ്ങനെയാ കാണാം? തേർഡ് ടേമിന്റെയും ഫോർത്ത് ടേമിന്റെയും ഡിഫറൻസ് കാണാം, ഇൻറ്റു 0.5 ചെയ്യാം. 0.5 ആണെങ്കിൽ കേട്ടോ, ചിലപ്പോൾ 0.25 ഒക്കെ കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 0.25 ഇൻറ്റു ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ടേം ഒന്ന് ചെയ്യണം. ഓക്കെ, ഇല്ല ഇവിടെ നമുക്ക് എന്തായാലും 0.5 കിട്ടുള്ളൂ അല്ലെ. കാരണം എന്താ? ഡിവൈഡഡ് ബൈ 2 ആണ് വരുന്നത്. ഓക്കെ, ഡിവൈഡഡ് ബൈ 4 വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഈ മീഡിയൻ കാണാനല്ല, ആ ഒരു സമയത്തൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്യാം. അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വാല്യൂ ഓഫ് ദ nth ടേം പ്ലസ് 0.5 ഇൻറ്റു ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ ഓഫ് n+1th ടേം മൈനസ് വാല്യൂ ഓഫ് nth ടേം. ഓക്കെ, ആ ഒരു ഫോർമാറ്റിലാണ് മീഡിയൻ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇതൊരു മാത്തമാറ്റിക്കൽ പാർട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം, ഗ്രൂപ്പിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കാണാൻ ഇപ്പൊ നമ്മൾ റോ ഡാറ്റേണ്ടത് ഫൈൻഡ് ഔട്ട് ചെയ്തു അല്ലെ. അതായത് ഓരോ കുട്ടികളുടെയും ഇൻഡിവിജ്വൽ സ്കോർ മാർക്കായിട്ട് തന്നെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? n+1/2th ടേം കാണാം. ആ ടേമിന്റെ മാർക്ക് എത്രയാണോ, ഇപ്പൊ 2th ടേം കാണുമ്പോൾ ഇവിടെ നമുക്ക് 4th ടേം ആണെന്ന് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ 4th ടേമിന്റെ വാല്യൂ എത്രയാണോ അതായിരിക്കും മീഡിയന്റെ വാല്യൂ ആയിട്ട് വരിക. അപ്പൊ നമ്മൾ റോ ഡാറ്റേണ്ടത് ഫൈൻഡ് ഔട്ട് ചെയ്തു അല്ലെ. ഇനി നമുക്ക് തന്നത് ഒരു ഗ്രൂപ്പ്ഡ് ഡാറ്റയാണെന്ന് വിചാരിക്കാം. ഗ്രൂപ്പ്ഡ് ഡാറ്റയെ നമുക്ക് രണ്ട് രീതിക്ക് തരാം അല്ലെ. ഡിസ്ക്രീറ്റ് സീരീസ് ആയിട്ടും തരാം, കണ്ടിന്യൂസ് സീരീസ് ആയിട്ടും തരാം. ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മാർക്ക് ഉണ്ടായിരിക്കും, ആ മാർക്ക് എത്ര സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നിട്ടുണ്ടായിരിക്കും. അതായത് ഫ്രീക്വൻസി ഫോർമാറ്റിൽ തന്നിട്ടുണ്ടായിരിക്കും. 20 എന്ന് പറഞ്ഞ മാർക്ക് 6 കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്, 25 എന്ന് പറഞ്ഞ മാർക്ക് 10 കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മാർക്ക് എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ട് ആ ഒരു ഫോർമാറ്റിൽ തരുമ്പോഴാണ് നമ്മൾ അതിനെ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയാൻ. ഇനി ഗ്രൂപ്പ്ഡ് സീരീസ് തന്നെ വേറൊരു കാറ്റഗറി കൂടി ഉണ്ട്. ഏതാ? കണ്ടിന്യൂസ് സീരീസ് അല്ലെ. കണ്ടിന്യൂസ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാസ് ഇന്റർവെൽ ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ, അതായത് 1 മുതൽ 10 വരെ മാർക്ക് സ്കോർ ചെയ്ത കുട്ടികളുടെ നമ്പർ 3 ആണ്, 11 മുതൽ 20 വരെ മാർക്ക് സ്കോർ ചെയ്ത കുട്ടികളുടെ നമ്പർ 5 ആണ്. ആ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയാം അല്ലെ. അപ്പൊ ഈ രണ്ട് സീരീസിലും മീഡിയൻ എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നോക്കാം അല്ലെ. ഫസ്റ്റ് നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിന്റെ നോക്കാം. ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് മാർക്ക് തന്നിട്ടുണ്ടായിരിക്കും, എത്ര കുട്ടികൾക്കാണ് ആ മാർക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് തന്നിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാം? മാർക്കിനെ x എന്ന് പറഞ്ഞ റെപ്രസെന്റ് ചെയ്തിട്ട് ഫസ്റ്റ് കോളം ആയിട്ട് എഴുതാം. സെക്കൻഡ് കോളത്തിൽ നമ്മൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, എത്ര കുട്ടികൾക്കാണ് ആ മാർക്ക് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് സെക്കൻഡ് കോളത്തിൽ എഴുതാം. പിന്നെ നമുക്ക് ചെയ്യാനുള്ള സ്റ്റെപ്പാണ് നമ്മൾ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്താ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാല്? നമുക്ക് ഈ ഒരു നമുക്കറിയാലോ, ഇതിന് ഓർഡറിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട് ഇതിന്. അതായത് നമ്മൾ ആദ്യം അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട്
ആണ് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ഫ്രീക്വൻസി മാത്രം വെച്ച് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് യൂസ് ചെയ്യുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്രീക്വൻസി നമ്മൾ അതേപോലെ തന്നെ എഴുതും. ഇവിടെ 6 നമ്മൾ 6 ആയിട്ട് തന്നെ എഴുതും. സെക്കൻഡ് ഫ്രീക്വൻസി നമ്മൾ എങ്ങനെയാ എഴുതാം, ഫസ്റ്റ് ഫ്രീക്വൻസി പ്ലസ് സെക്കൻഡ് ഫ്രീക്വൻസിയാണ് വരിക. ഓക്കെ, അതായത് അസെൻഡിങ് ഓർഡർ എഴുതിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഫ്രീക്വൻസി ഓരോ സ്റ്റെപ്പിലും ആഡ് ചെയ്ത് എഴുതണം. ഓക്കെ, അപ്പൊ ഇവിടെ സെക്കൻഡ് എന്താ കിട്ടിയത്, 6 + 10 16 ആണ് കിട്ടിയത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. 16 + 40 30 ആണ് കിട്ടിയത്. 30 + 6 36. അങ്ങനെ ഓരോ സ്റ്റെപ്പിലും പ്രീവിയസ് ഫ്രീക്വൻസി എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് പോകാം. അപ്പൊ നമുക്ക് ലാസ്റ്റ് എന്തെങ്കിലും ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് ഒരു റിസൾട്ട് കിട്ടില്ലേ, ആ റിസൾട്ട് തന്നെയായിരിക്കും നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണത്തിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ചെയ്തെടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ നോക്കാം, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ലാസ്റ്റ് എൻട്രിയും എന്തിനാണ് സെയിം തന്നെയല്ലേ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്താൽ മതി, ചെക്ക് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മീഡിയം കാണാനുള്ള ഫോർമുല യൂസ് ചെയ്യാം അല്ലെ. മീഡിയം കാണാനുള്ള ഫോർമുല എന്താ, n+1/2th ടേമിന്റെ വാല്യൂ ആണ് മീഡിയന്റെ വാല്യൂ ആയിട്ട് വരിക അല്ലെ. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് n എത്രയാ, 40. 40 + 1 41/2. അപ്പൊ എത്ര കിട്ടും, 41/2 20.5 5th ടേം അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 20th ടേം, വാല്യൂ ഓഫ് 20th ടേം പ്ലസ് 0.5 ഇൻറ്റു 1 സെക്കൻഡ്, വാല്യൂ ഓഫ് 20th ടേം പ്ലസ് 0.5 ഇൻറ്റു ഡിഫറൻസ് ബിറ്റ്വീൻ 21st ടേം ആൻഡ് 20th ടേം വരും അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാ വാല്യൂ ഓഫ് 20th ടേം നമുക്ക് നോക്കണം. ഫസ്റ്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് നമ്മൾ കാൽക്കുലേഷനിൽ നോക്കേണ്ടത് അല്ലെ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഫസ്റ്റ് എൻട്രി എന്താ ഉദ്ദേശിക്കുന്നത്, 6 വരെ മാർക്ക് സ്കോർ ചെയ്ത കുട്ടികൾ. ഓക്കെ, എന്താണ് 20 ആണ് അവരുടെ മാർക്ക്. 7 മുതൽ 16 വരെയുള്ള കുട്ടികളുടെ മാർക്ക് എത്രയാണ്, 25 ആണ്. ഓക്കെ, ഇനി 6 മുതൽ 16 വരെയുള്ളവരുടെ മാർക്ക് 25, 17 മുതൽ 30 വരെയുള്ളവരുടെ മാർക്കാണ് 30. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ഇപ്പൊ 25 എന്നുള്ള മാർക്ക് ആരാ സ്കോർ ചെയ്തത്, 7 മുതൽ 16 വരെയുള്ള സ്റ്റുഡൻസ് ആണ്. ഓക്കെ, ഇനി 70 മുതൽ 30 വരെയുള്ള സ്റ്റുഡൻസ് ആണ് 30 മാർക്സ് സ്കോർ ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് അറിയേണ്ടത്, 20.5th ടേം ആണ്. അപ്പൊ 20th ടേം ഇവിടെ എവിടെയാണ് വരുന്നത്, 16 കഴിഞ്ഞിട്ട് 17 18 19 20. 20 എന്താ, 16 17ന്റെയും 30ന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടല്ലേ വരുന്നത്. അപ്പൊ വാല്യൂ ഏതായിരിക്കും വരിക, 30 ആണോ വരിക, 25 ആണോ വരിക. 16 വരെയുള്ള കുട്ടികൾക്കാണ് 25 സ്കോർ വരുന്നത് അല്ലെ. 17 മുതൽ 30 വരെയുള്ളവർക്ക് എന്താണ് സ്കോർ വരുന്നത്, 30 ആണ് വരുന്നത്. അപ്പൊ 30 ആണ് എന്ത് വരിക, നമ്മുടെ 20th ടേം വരിക. ഓക്കെ, അപ്പൊ 20th ടേമിന്റെ വാല്യൂ 30. ഓക്കെ, 1 മിനിറ്റ്. 20.5th ഐറ്റം ടേം അല്ലെ. ഓക്കെ, അപ്പൊ വാല്യൂ നമുക്ക് നോക്കുമ്പോൾ തന്നെയായിരിക്കും 30 തന്നെയായിരിക്കും വരാം. ഓക്കെ, സിൻസ് ദ വാല്യൂ ഓഫ് ഐറ്റം സ്റ്റാർട്ടിങ് 70 to 30 ഈസ് 30. ഓക്കെ, 20.5th ഐറ്റം എന്ന് പറഞ്ഞാലും ഏത് തന്നെയായിരിക്കും വരിക, വാല്യൂ വരുന്നത് 30 തന്നെയായിരിക്കും. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് കണ്ടിന്യൂസ് സീരീസിന്റെ ആണ് നോക്കാനുള്ളത്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കണ്ടിന്യൂസ് സീരീസ് എന്ന് പറഞ്ഞാൽ 1 to 10 വരെയുള്ള സ്റ്റുഡൻസ് മാർക്ക് സ്കോർ ചെയ്ത സ്റ്റുഡൻസിന്റെ എണ്ണം 3 ആണ്. ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് തരുമ്പോഴാണ് നമ്മൾ കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുക അല്ലെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിലും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാം. എങ്ങനെയാ, പ്രീവിയസ് ഫ്രീക്വൻസി വെച്ചിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് പോരുക അല്ലെ. ഓരോ സ്റ്റെപ്പിലും നമ്മൾ എന്ത് ചെയ്യാം, ഫ്രീക്വൻസികൾ നമ്മൾ ആഡ് ചെയ്ത് പോരാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ മീഡിയൻ ക്ലാസ് മാർക്ക് ചെയ്യണം. മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ടോട്ടൽ നമ്പർ n ഡിവൈഡഡ് ബൈ 2 അത് ഏത് ഐറ്റം ആണോ അത് എൻറ്റർ ചെയ്യുന്ന ആ ഒരു ഐറ്റം വരുന്ന ക്ലാസ്സിനെയാണ് നമ്മൾ മീഡിയൻ ക്ലാസ് എന്ന് പറയാം. ഇവിടെ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തതിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 50 ആണ്. 50/2 എത്രയാ, 25 അല്ലെ. 25 വരുന്ന ക്ലാസ് ആണ് ഏത് വരിക, മീഡിയൻ ക്ലാസ് വരിക. അപ്പൊ ഇതിൽ ഏതാ 25 വരുന്ന ക്ലാസ് നോക്കാം അല്ലെ.
41 to 50, 21, 25 വരുന്നുണ്ടോ? ഇല്ല, 24 ആണ് അല്ലെ. 24 വരെയുള്ളത് എവിടെയാണ് വരുന്നത്? 41 to 50 എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ് വരുന്നത്. അപ്പൊ 25 മുതൽ 36 വരെയുള്ളതാണ് 51 to 60 എന്നുള്ള ക്ലാസ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അല്ലെ. അപ്പൊ ഏതായിരിക്കും നമ്മുടെ ക്ലാസ്? മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ 51 to 60 വരെയുള്ള ക്ലാസ് ഇന്റർവെല്ലാണ് നമ്മുടെ മീഡിയൻ വരിക. ഓക്കെ, അപ്പൊ നമുക്ക് മീഡിയൻ ക്ലാസ് കിട്ടി. പിന്നീട് നമ്മൾ മീഡിയൻ കാണാന് മീഡിയൻ ഇസ് ഈക്വൽ ടു L പ്ലസ് n/2 മൈനസ് സി ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു ഐ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മീഡിയൻ കാണാം കണ്ടിന്യൂസ് സീരീസിൽ. ഓക്കെ, അപ്പൊ അതിൽ L എന്ന് പറഞ്ഞാൽ എക്സാക്ട് ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ്. എക്സാക്ട് ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ്. അപ്പൊ മീഡിയൻ ക്ലാസ് ഏതാ? 51 മൈനസ് 6, 51 to 60 ആണ് മീഡിയൻ ക്ലാസ്സിൽ നമ്മളിപ്പോ ഫൈൻഡ് ഔട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ മീഡിയൻ ക്ലാസ്സിന്റെ എക്സാക്ട് ലോവർ ലിമിറ്റ് ആണെന്ന് പറഞ്ഞു. ലോവർ ലിമിറ്റ് ഏതാ മീഡിയൻ ക്ലാസ്സിന്റെ വരിക? 51 അല്ലേ? ഇനിയാകുമ്പോ 51 ആണോ? ഇല്ലേ, അല്ല, എക്സാക്ട് ലോവർ ലിമിറ്റ് ആണ്. എക്സാക്ട് ലോവർ ലിമിറ്റ് കാണാന് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ മീഡിയൻ ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ്, ഇവിടെ ഈ ഒരു എക്സാമ്പിൾ 51 ആണ് അല്ലെ മീഡിയൻ ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ്, പ്ലസ് അതിന് തൊട്ട് മുമ്പുള്ള ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ്. മീഡിയൻ ക്ലാസ്സിന് തൊട്ട് മുമ്പുള്ള ക്ലാസ് ഏതാ? 41 to 50 ആണ് അതിന് തൊട്ട് മുകളിലുള്ള ക്ലാസ്സിലെ. അതിന്റെ അപ്പർ ലിമിറ്റ് ഏതാ? 50. ഓക്കെ, അപ്പൊ 51 plus 50 ഡിവൈഡഡ് ബൈ 2 ആണ് എന്ത് വരിക? എക്സാക്ട് ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ, എക്സാക്ട് ലോവർ ലിമിറ്റ് വരിക മീഡിയൻ ക്ലാസ്സിന്റെ. ഓക്കെ, ആ വാല്യൂ എത്രയാ വരിക? 50.5 അല്ലെ. 51 plus 50 101 കിട്ടും. ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 50.5 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതില് അപ്പൊ L നമ്മൾ അറിഞ്ഞു, എക്സാക്ട് ലോവർ ലിമിറ്റ് അല്ലെ. ഇനി എന്താണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്? അത് നമുക്കറിയാം. സി എന്താണ്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ബിഫോർ മീഡിയൻ ക്ലാസ് ആണ് സി. ഓക്കെ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് മീഡിയൻ ക്ലാസ് ഏതാ? 36 ആണ് അല്ലെ. അതിന് തൊട്ട് മുമ്പുള്ള ക്ലാസ്സിന്റെ മീഡിയൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് സി. അതേതാ? 24. ഓക്കെ, ഇനി എഫ് എന്താണ്? എഫ് ഹലോ, ഡൗട്ട് ഉണ്ടോ? ഇനി എഫ് എന്താ വരുന്നത്? നമ്മൾ മീഡിയൻ ക്ലാസ്സിലെ മീഡിയൻ ക്ലാസ്സിന്റെ ഫ്രീക്വൻസി ആണ് നമ്മൾ എഫ് എന്ന് പറയാം. ഹർഷിത, ഡൗട്ട് ഉണ്ടോ? ബിഫോർ മീഡിയൻ ക്ലാസ് F12 അല്ലെ. എഫ് എന്താ? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് എഫ് വരിക. ഓക്കെ, അപ്പൊ എഫ് നമുക്ക് കിട്ടി, n/2 നമുക്ക് കിട്ടി അല്ലെ. ഓക്കെ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ഫ്രീക്വൻസി ഓഫ് മീഡിയൻ ക്ലാസ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കാണാം? മീഡിയൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഐ വരുന്നത് ക്ലാസ് സൈസ് ആണ് കേട്ടോ. ക്ലാസ് സൈസ് എന്ന് പറഞ്ഞാൽ അപ്പൊ 1 to 10 എന്ന് പറഞ്ഞാൽ എത്ര? ക്ലാസ് സൈസ് 10 അല്ലെ. അപ്പൊ അതാണ് ഐയുടെ വാല്യൂ വരിക. ജസ്റ്റ് വാല്യൂസ് നമ്മൾ പുട്ട് ചെയ്യാം, നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പോവാം അല്ലെ. ഇനി മെറിറ്റ് ഓഫ് മീഡിയനും അതുപോലെ ഡിമെറിറ്റ് ഓഫ് മീഡിയനും ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി പോവാട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മോഡാണ്. മോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള വാല്യൂവിനെയാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസിന്റെ മാർക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഏത് മാർക്കാണോ റിപ്പീറ്റ് ചെയ്ത് വന്നത് അതിനെയാണ്, ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഏത് മാർക്കാണ് കിട്ടിയത് അതിനെയാണ് നമ്മൾ മോഡ് എന്ന് പറയാം. ഓക്കെ, ഇനി ഒരു മോഡിന്, ഒരു ഡിസ്ട്രിബ്യൂഷന് 2 മോഡ് ഉണ്ടെന്ന് വിചാരിക്കാം. എങ്ങനെയാ 2 മോഡ് ഉണ്ടാവാം? ഇപ്പൊ 30 എന്ന് പറഞ്ഞ മാർക്ക്, അതുപോലെ 35 എന്ന മാർക്കും 14 എന്ന് വെച്ചിട്ടാണ് കുട്ടികൾക്ക് കിട്ടിയത്. അതായത് ഈക്വൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഡിഫറെന്റ് മാർക്ക് സ്കോർ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു എന്ത് ചെയ്യും? ആ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ ഫ്രീക്വന്റ്ലി ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്ന വാല്യൂ 2 ഉണ്ടായിരിക്കും അല്ലെ. അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ ബൈമോഡൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം.
ഇനി ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഉണ്ട് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മൾട്ടി മോഡൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഇനി നമുക്ക് നോക്കാനുള്ളത് ബാക്കിയുള്ളത് നോക്കിയ പോലെ തന്നെ റോ ഡാറ്റേൻ്റെത് കാണണം, ഡിസ്ക്രീറ്റ് സീരീസിൻ്റെത് കാണണം, അതുപോലെ ഡിസ്ക്രീറ്റ് സീരീസ് ആണ് റോ ഡാറ്റ അല്ലെ. റോ ഡാറ്റേൻ്റെത് കാണണം, അതുപോലെ തന്നെ ഗ്രൂപ്പ്ഡ് ഡാറ്റേന്റെ കാണണം. ഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ തന്നെ നമുക്ക് കണ്ടിന്യൂസ് സീരീസിൻ്റെതും അതുപോലെ തന്നെ നോർമലിൻ്റെതും കാണാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് റോ ഡാറ്റയുടെ നോക്കാം അല്ലെ. റോ ഡാറ്റയിൽ നമ്മൾ എങ്ങനെയാണ് കാണാം? ഒരു ഡാറ്റയില് ഒരു ഡിസ്ട്രിബ്യൂഷനിൽ റോ ഡാറ്റ, അതായത് ഒരുപാട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കൗണ്ട് ചെയ്യുക. കൗണ്ട് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്ന നമ്പർ ഏതാണെന്ന് നോക്കുക, അതായിരിക്കും മോഡ്. ഓക്കെ, ഇനി നമ്മൾ ഗ്രൂപ്പ്ഡ് ഡാറ്റ നോക്കുക. അതിൽ ഡിസ്ക്രീറ്റ് സീരീസ് നോക്കുമ്പോൾ എങ്ങനെയാ കാണാം? ഇതിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൽ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഏതാണോ വന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും എന്ത് മോഡായിട്ട് വരും. ഇവിടെ നോക്കുമ്പോൾ എന്താ 6, 10, 14, 6, 4 ഒക്കെ ഇല്ലേ? 14 ആണ് ഏറ്റവും കൂടുതൽ വന്നത് അല്ലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ 30 ആണ് എന്ത് വരിക? മോഡായിട്ട് വരിക. ഓക്കെ, ഇനി നമ്മൾ കണ്ടിന്യൂസ് സീരീസിൽ നോക്കുമ്പോൾ എങ്ങനെയാ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം? കണ്ടിന്യൂസ് സീരീസിൽ നമ്മൾ മോഡൽ ക്ലാസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫസ്റ്റ് മോഡൽ ക്ലാസ് എങ്ങനെയാ ഫൈൻഡ് ഔട്ട് ചെയ്താൽ ഫ്രീക്വൻസി നോക്കുക. ഫ്രീക്വൻസിയിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി കാണിക്കുന്നത് ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും മോഡൽ ക്ലാസ് ആയിട്ട് വരിക അല്ലെ. അതിന് മുകളിലുള്ള ക്ലാസ്സിനെ നമ്മൾ F1 എന്നും താഴെയുള്ള ക്ലാസ്സിനെ നമ്മൾ F2 എന്നും എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ എന്താ? മിഡ് പോയിന്റ് ഓഫ് ദ മോഡൽ ക്ലാസ് ഈസ് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ദ മോഡൽ. ഓക്കെ, അതായത് മോഡൽ ക്ലാസിന്റെ മിഡ് പോയിന്റ് ആണ് അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ട് വരിക. അപ്പൊ എന്താ ഇവിടെ 51 ആണ് മോഡൽ ക്ലാസ്സിലെ 51 to 60 വരെയുള്ളതാണ് മോഡൽ ക്ലാസ് ആയിട്ട് വന്നത്. 51 + 60/2 55.5 ആണ് എന്ത് വരിക? അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ദ മോഡ് ആയിട്ട് വരിക. ഓക്കെ, ഇനി കമ്പ്യൂട്ട് മോഡ് കാണാനുള്ള ഫോർമുല L = IF2/F1 + F2 ആണ് കേട്ടോ. ഇനി മോണോമോഡൽ ഡിസ്ട്രിബ്യൂഷനിലാണ്, അതായത് ഒരു മോഡ് മാത്രമുള്ള ഡിസ്ട്രിബ്യൂഷനിലാണ് നമ്മൾ യൂഷ്വലി M = L + 2F2/F1 + F2 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് കാണാറുള്ളത്. മൾട്ടിമോഡൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മീഡിയൻ കാണും. ഫസ്റ്റ് ആ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ മീഡിയൻ കാണും. എന്നിട്ട് 3 × മീഡിയൻ -2 × മീൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ മൾട്ടി മോഡൽ ഡിസ്ട്രിബ്യൂഷന്റെ മോഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി ഓരോ ഡിസ്ട്രിബ്യൂഷന്റെയും മീനിന്റെയും മീഡിയന്റെയും മോഡിന്റെയും മെഷർമെന്റ് നമുക്ക് അറിയാമെങ്കിൽ ആ ഒരു ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രെഡിക്റ്റ് അല്ല, അതിനെ കുറിച്ചിട്ട് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാനൊക്കെ പറ്റും. എങ്ങനെയാ? മീനിന്റെ വാല്യൂ, മീഡിയന്റെ വാല്യൂ, മോഡിന്റെ വാല്യൂ സെയിം ആണെങ്കിൽ നമുക്കത് നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയാം. ആ ഡിസ്ട്രിബ്യൂഷനിൽ എല്ലാവരും ഒരു ആവറേജ് സ്കോർ അച്ചീവ് ചെയ്യുന്നവരായിരിക്കും. ഇനി ഓരോ ഡിസ്ട്രിബ്യൂഷന്റെ one second. ഇനി ഒരു ഡിസ്ട്രിബ്യൂഷനിൽ മീൻ ലെസ് ദാൻ മീഡിയൻ ലെസ് ദാൻ മോഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അങ്ങനെയുള്ളവരൊക്കെ ആ ഒരു അങ്ങനെ ഒരു ഇത് കാണിക്കുന്നതിനെ നമുക്ക് നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. അപ്പോൾ ആ ഒരു ക്ലാസ് റൂമിൽ എന്തായിരിക്കും? എല്ലാവരും ഹൈ അച്ചീവേഴ്സ് സ്കോർ, മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് എന്തായിരിക്കും? ഹൈ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളവരായിരിക്കും. അങ്ങനെ മീഡിയനും മോഡും അതുപോലെ മീഡിയനും മോഡും മീനും അറിയാമെങ്കിൽ നമുക്ക് ആ ഒരു ക്ലാസ് റൂമിലെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഒരു ക്ലാസ് റൂമിന്റെ ടോട്ടൽ ക്വാളിറ്റി എന്താണെന്നുള്ളത്, കുട്ടികൾ നല്ലൊരു ഹൈ അച്ചീവേഴ്സ് ആണോ, ലോ അച്ചീവേഴ്സ് ആണോ, ആവറേജ് അച്ചീവേഴ്സ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ മീനും മീഡിയനും മോഡും യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ ക്ലാസ് റൂമിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ, ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും പാർട്ടാണ് നമുക്ക് ഇതിലുള്ളത്. ജസ്റ്റ് മീനിന്റെ മെറിറ്റും ഡിമെറിറ്റും ജസ്റ്റ് ഒന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പാർട്ടാണ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ഓർ ഡീവിയേഷൻ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മള് ഒരു മിനിറ്റ്, മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നമ്മൾ 3 നോക്കിയില്ലേ?
ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ്. മെഷർ ഓഫ് ഡിസ്പേർഷനിലും നമുക്ക് ഇതുപോലെ കുറച്ച് കാറ്റഗറൈസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ള നോക്കാട്ടെ. അപ്പൊ അതിനു മുമ്പ് എന്താണ് ഡിസ്പേർഷൻ എന്ന് നമുക്ക് അറിയണം അല്ലെ. അപ്പൊ ഒരു ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ മോഡും മീഡിയനും കണ്ടപ്പോ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പിന്റെ ആ ഒരു ക്വാളിറ്റി കാണിക്കുന്നതിനായിരുന്നു അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ ലാർജ് ഗ്രൂപ്പ് എടുക്കുക, ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു പോപ്പുലേഷൻ എടുക്കുക അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം ഒക്കെ എടുക്കുകയാണെങ്കിൽ ആ ലാർജ് ഗ്രൂപ്പിന്റെ ഒരു കോമൺ അറ്റ്ലീസ്റ്റ് വൺ കോമൺ എലമെന്റ് എങ്കിലും ഉണ്ടായിരിക്കില്ല. ആ ഒരു ക്ലാസ് റൂം എടുക്കുകയാണെങ്കിൽ ആ ഒരു ക്ലാസ് റൂമിൽ എന്തെങ്കിലും ഒരു കോമൺ എലമെന്റ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അതിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്താൽ ആ ഒരു എൻറ്റയർ സെറ്റിന്റെ എന്ത് കാണിക്കും, ആ ഒരു എൻറ്റയർ സെറ്റിന്റെ ഡാറ്റ കാണിക്കും. അത് ആ ഒരു സാമ്പിൾ അല്ലെ, ഒരു പോർഷൻ ഓഫ് പോപ്പുലേഷൻ സെലക്ടഡ് ടു റെപ്രസെന്റ് ദ എൻറ്റയർ ഗ്രൂപ്പ്, അതാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയാം അല്ലെ. ഇനിയിപ്പോ ഒരു സീരീസ് എടുത്താല് അതിലൊരു സെൻട്രൽ വാല്യൂ ഉണ്ടായിരിക്കും അല്ലെ. അതിൽ നിന്നും മറ്റുള്ള വാല്യൂസ്, ഇപ്പൊ നമ്മൾ സെൻട്രൽ വാല്യൂ സീരീസ് നമ്മൾ മീനൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തപ്പോ പറഞ്ഞില്ലേ, ഒരു ഫൾക്കർ ആയിട്ടാണ് മീൻ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മള്. അപ്പൊ അതെന്താ ഉദ്ദേശിക്കുന്നത്, ആ ഒരു സീരീസിന്റെ സെൻട്രൽ വാല്യൂ ആയിട്ടില്ല ഒരു ആവറേജ്, അതാണ് മീഡിയൻ മോഡൊക്കെ ആവറേജ് വാല്യൂസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ആവറേജ് എടുക്കുക. അപ്പൊ ഒരു സീരീസിന്റെ അതിലൊരു സെൻട്രൽ വാല്യൂ അല്ലെങ്കിൽ ഒരു ആവറേജ് ഉണ്ടായിരിക്കും. അതിൽ നിന്നും മറ്റുള്ള വാല്യൂസ് എത്രത്തോളം ഡീവിയേഷൻ ചെയ്ത് കാണിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഡിഫർ ചെയ്തിരിക്കുന്നുണ്ട്, അതാണ് നമ്മൾ ഡിസ്പേർഷൻ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ എക്സ്റ്റെന്റ് ടു വിച്ച് ദ വാല്യൂ ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ ഡിഫർ ഫ്രം ദ ആവറേജ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. ഒരു സീരീസിന്റെ ആവറേജിൽ നിന്നും ബാക്കിയുള്ള വാല്യൂസ് എത്രത്തോളം എന്ത് ചെയ്തിരിക്കുന്നു, ഡിഫർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഡിസ്പേർഷൻ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അപ്പൊ നമ്മൾ അനലൈസ് ചെയ്ത ഒരു ഡാറ്റയുടെ റിലയബിലിറ്റി ചെക്ക് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിസ്പേർഷനെ യൂസ് ചെയ്യാം. അപ്പൊ ഡിസ്പേർഷൻ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ, അതിനെ നമുക്ക് മെഷർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്ന മെഷേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി എന്നൊക്കെ പറയും. ആർ ദ മെഷേഴ്സ് ദാറ്റ് ഡിസ്ക്രൈബ് ദ സ്പ്രെഡ് ഓർ സ്കാറ്റേഴ്സ് ഓഫ് എൻ ഇൻഡിവിജ്വൽ സ്കോർസ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് ഡാറ്റ അറൌണ്ട് ആൻ ആവറേജ് ഓർ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഓക്കെ, അതായത് ആവറേജിൽ നിന്നും എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ മെഷറാണ്. ഓരോ ഡാറ്റയും എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എന്ത് പറയാ, മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയാം. അതായത് ഒരു ഇൻഡിവിജ്വലിന്റെ സ്കോർ എടുത്ത് നോക്കിയാൽ അത് ആ ഒരു ക്ലാസ് റൂമിന്റെ ആവറേജിൽ നിന്നും എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നോക്കാനൊക്കെയാണ് മെഷർ ഓഫ് ഡിസ്പേർഷൻ യൂസ് ചെയ്യുക. അപ്പൊ ഒരു കുട്ടിയുടെ ഒരു ലെവൽ ഓഫ് അച്ചീവ്മെന്റ് ചെക്ക് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ഓഫ് ഡിസ്പേർഷൻ യൂസ് ചെയ്യാം. അപ്പൊ മെഷർ ഓഫ് ഡിസ്പേർഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്, അബ്സല്യൂട്ട്, റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ഉണ്ട്. അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇതായിരിക്കും. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കോയിഷ്യന്റ് ഓഫ് ഡിസ്പേർഷൻ ആണ് കാണാം. നിങ്ങൾക്ക് ഇതിൽ അബ്സല്യൂട്ട് ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ മെഷർ ഓഫ് ഡിസ്പേർഷൻ, അതായത് ഒരു ആവറേജിൽ നിന്നും എത്രത്തോളം അത് ഡീവിയേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 4 മെത്തേഡുകൾ ഉണ്ട്. റേഞ്ച്, മീൻ ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ ഓരോന്നും നമുക്ക് നോക്കാട്ടോ. ഫസ്റ്റ് വരുന്നത് റേഞ്ച് ആണ്. റേഞ്ച് ഒന്നുമില്ല, ലാർജസ്റ്റ് ഐറ്റവും സ്മോളസ്റ്റ് ഐറ്റവും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയാം. അപ്പൊ R is equal to ലാർജസ്റ്റ് ഐറ്റം മൈനസ് സ്മോളസ്റ്റ് ഐറ്റം. ഓക്കെ, അതിന് മെറിറ്റ് ഉണ്ട്. എന്താ മെറിറ്റ്, നമ്മൾ ഫൈൻഡ് ഔട്ട് എളുപ്പമാണല്ലേ, കാണാൻ എഴുതാനും കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഡിമെറിറ്റ് എന്ന് പറഞ്ഞാല് അത് ട്രൂ മെഷർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഈ സാമ്പിളിംഗിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അത് ഈസിലി അതിനെ അഫക്ട് ചെയ്യും. പിന്നെ ആ ഒരു ഡിസ്ട്രിബ്യൂഷനിലുള്ള റേഞ്ച് കണ്ടുപിടിക്കുമ്പോൾ ഫ്രീക്വൻസിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല അല്ലെ, എത്ര കുട്ടികൾ ആ ഒരു മാർക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നു എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഇല്ല. അതുപോലെ എന്താ, അതിന്റെ മിഡിലുള്ള പാർട്ടുകൾ മിസ്സായാലൊന്നും അതെന്ത് ചെയ്യില്ല, റേഞ്ചിനെ അഫക്ട് ചെയ്യുന്നില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഫർദർ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിനൊന്നും വേണ്ടിയിട്ട് നമുക്ക് റേഞ്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ കുറച്ച് ഡീമെറിറ്റ്സും എന്തുണ്ട്, റേഞ്ചിനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മീൻ ഡീവിയേഷൻ. മീൻ ഡീവിയേഷന് തന്നെ നമ്മൾ ആവറേജ് ഡീവിയേഷൻ എന്ന് പറയും. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫൈൻഡ് ദ ആവറേജ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം, മീൻ ഡീവിയേഷൻ ആണ് പറയുന്നത്. അപ്പൊ മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇറ്റ് ഈസ് ദ ആവറേജ് ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദ ഡീവിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഐറ്റം ഫ്രം ദിയർ അരിത്തമെറ്റിക് മീൻ. അരിത്തമെറ്റിക് മീനിൽ നിന്നുള്ള ഈ ഒരു ഇൻഡിവിജ്വലിന്റെ ആവറേജ് ഐറ്റം ആയിട്ടുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയാം, മീൻ എന്ന് പറയാം. ഡിഫറൻസിന്റെ ആവറേജിനെയാണ് നമ്മൾ
മീൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്കത് നമ്മൾ ഇതിന് മുമ്പുള്ള കാര്യങ്ങളിൽ ചെയ്ത പോലെ റോ ഡാറ്റയ്ക്ക് കാണാനുണ്ടാവും, ഗ്രൂപ്പ്ഡ് ഡാറ്റയ്ക്ക് കാണാനുണ്ടാവും. ഗ്രൂപ്പ്ഡ് ഡാറ്റയ്ക്ക് എന്തുണ്ടായിരിക്കും? രണ്ട് ടൈപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, കണ്ടിന്യൂസും ഒരു ഡിസ്ക്രീറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. മീൻ ഡീവിയേഷൻ ഫോർ റോ ഡാറ്റ. റോ ഡാറ്റയ്ക്ക് എങ്ങനെയാ കാണാം? നമ്മള് കുറച്ച് റോ ഡാറ്റയിൽ എങ്ങനെയായിരിക്കും ഓരോ ഇൻഡിവിജ്വലിന്റെ സ്കോർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന്റെ മീന് കാണാം, എന്നിട്ട് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ഈച്ച് വാല്യൂ ഫ്രം ദ മീൻ. ഓക്കെ, അപ്പം ഓരോ വാല്യൂയിലെയും മീനിൽ നിന്നുള്ള ഡിഫറൻസ് കാണാം. ഇനി എന്തെങ്കിലും മൈനസ് സ്കോർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതായത് നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇഗ്നോർ ചെയ്യുക. എങ്ങനെയായിരിക്കും? അബ്സല്യൂട്ട് വാല്യൂ എടുക്കാന്ന് പറയും അല്ലെ. അബ്സല്യൂട്ട് വാല്യൂ എടുത്താൽ നെഗറ്റീവ് സൈൻ. ഇപ്പൊ -2ന്റെ അബ്സല്യൂട്ട് വാല്യൂ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് 2 ആയിട്ട് മാറും. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക, അബ്സല്യൂട്ട് വാല്യൂ എടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഡിസ്റ്റൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് റോ ഡാറ്റന്റെ മീൻ ഡീവിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്കൊരു ഗിവൺ വാല്യൂ തന്നെന്ന് വിചാരിക്കാം. അതിനെയാണ് ക്യാപിറ്റൽ ലെറ്റർ എക്സ് വെച്ചിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ഇൻഡിവിജ്വലിന്റെ സ്കോർ, ഓരോ ഇൻഡിവിജ്വലിന്റെയും സ്കോറിനെയാണ് ക്യാപിറ്റൽ എക്സ് വെച്ചിട്ട് മെൻഷൻ ചെയ്തത് കേട്ടോ. വാല്യൂ ഓഫ് ഈച്ച് ഐറ്റം. ഇനി സ്മോൾ ലെറ്റർ എക്സ് ഉണ്ടായിരിക്കും. അത് ഉദ്ദേശിക്കുന്നത് ഈ ഓരോ വാല്യൂസും നമ്മുടെ മീൻ ഡീവിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യും, മീന് ഫൈൻഡ് ഔട്ട് ചെയ്യും. മീൻ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക? എല്ലാ ഇൻഡിവിജ്വലിന്റെയും മാർക്ക് ആഡ് ചെയ്യും, ഡിവൈഡഡ് ബൈ എൽ ചെയ്യൂല. അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്ത മീനിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും, ഓരോ മാർക്കിൽ നിന്നും മീന് മൈനസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് സ്മോൾ ലെറ്റർ എക്സ്. അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടെത്തും, എന്നിട്ട് അത് സം ചെയ്യും, എന്നിട്ട് വീണ്ടും ഡിവൈഡഡ് ബൈ എൻ ചെയ്യുമ്പോഴാണ് നമുക്ക് മീൻ ഡീവിയേഷൻ കിട്ടുക. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം അല്ലെ. അപ്പൊ ഒന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇവിടെ ഓരോ ഇൻഡിവിജ്വലിന്റെയും മാർക്കാണ് ഞാൻ എന്ത് എക്സ് എന്നുള്ള ഈ ഒരു ഫസ്റ്റ് ടാബുലർ കോളത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 12, 14, 16, 18, 20 ഒക്കെ ഓരോ ഇൻഡിവിജ്വലിന്റെയും മാർക്കാണ്. ഓക്കെ, ഇനി അതിന് എന്ത് ചെയ്യാം, മീന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. മീൻ എങ്ങനെയാ ഫൈൻഡ് ഔട്ട് ചെയ്യാം? 12 + 14 + 16 + 18 + 20 ഡിവൈഡഡ് ബൈ എത്രയാ നമ്പർ എന്നുള്ളത് നോക്കണം. 1, 2, 3, 4, 5 എലമെന്റ്സ് ആണുള്ളത്. ഡിവൈഡഡ് ബൈ 5, 16 എന്ന് കിട്ടി. അപ്പൊ ഈ ഒരു ഡാറ്റയുടെ മീനാണ് 16. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഓരോ മാർക്കിൽ നിന്നും 16 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം അല്ലെ. അപ്പൊ 12 - 16 - 4, 14 - 16 - 2, 16 - 16 0, 18 - 16 2, 20 - 16 4. ഓക്കെ, സ്മോൾ ലെറ്റർ എക്സിന്റെ കോളം ഫിൽ ആയി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് ആഡ് ചെയ്യണം അല്ലെ. ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റൂല. എന്തുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റാത്ത? ഡയറക്റ്റ് ആയി ആഡ് ചെയ്യുമ്പോൾ നോക്കാം, -4 + -2 -6 കിട്ടും. 2 + 4 6 കിട്ടും. 6ഉം -6ഉം ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് നമ്മളോട് എന്ത് പറയുന്നത്, നമ്മൾ മീനിൽ നിന്നും നമ്മുടെ മാർക്കിൽ നിന്നും മീന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കണം, എന്നിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ എന്താ? നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ അതൊക്കെ പോലെ 4, 2, 0, 2, 4 എന്ന് കിട്ടും. എന്നിട്ട് അതിന്റെ സം എടുക്കാം. 12 ഡിവൈഡഡ് ബൈ എത്ര എലമെന്റ് ആണോ ഉള്ളത്? എത്രയാ? 5 എലമെന്റ്സ് ആണുള്ളത് അല്ലെ. 12/5 നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, 2.4 എന്നുള്ളത് എന്ത് കിട്ടും? മീൻ ഡീവിയേഷൻ ആയിട്ട് ആൻസർ കിട്ടും. ക്ലിയർ ആയി വിചാരിക്കുന്നു റോ ഡാറ്റയ്ക്ക് എങ്ങനെയാ കണ്ടെത്തുക എന്നുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് കാണാനുള്ളത് ഗ്രൂപ്പ്ഡ് ഡാറ്റയ്ക്ക് എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ്. സെയിം ഇക്വേഷൻ എങ്ങനെയാ യൂസ് ചെയ്യുക? ഗ്രൂപ്പ്ഡ് ഡാറ്റ ആകുമ്പോൾ എന്താ ഡിഫറൻസ് വരിക? ഫ്രീക്വൻസി ഉണ്ടായിരിക്കും അല്ലെ. ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ അതിനൊരു ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിൽ ക്ലാസ് ഇന്റർവെൽ ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ എന്താ കാണാം? നമ്മൾ ഈ ചെയ്തതേ പോലെ തന്നെ ചെയ്യാം. മാർക്ക് ചെയ്ത ഒരു കോളത്തിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അത് ഫ്രീക്വൻസി ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. അത് ചെയ്യാം. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കാണാം. അത് ഫ്രീക്വൻസി എല്ലാം സം ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കിട്ടും അല്ലെ. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഓരോ മാർക്കും ആ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വെച്ചിട്ട് അത് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് FX എന്നുള്ള കോളത്തിൽ എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് FX കിട്ടും. അപ്പൊ എന്തിനാ FX കാണുന്നത്? നമുക്ക് മീന് കാണണമെങ്കിൽ FX ഡിവൈഡഡ് ബൈ സമ്മേഷൻ FX ഡിവൈഡഡ് ബൈ N ചെയ്താലാണ് നമുക്ക് മീൻ കിട്ടുക. നോർമലി നമ്മൾ സമ്മേഷൻ X/N ചെയ്ത് കൊടുത്ത് ഇവിടെ നമ്മൾ സമ്മേഷൻ FX ചെയ്യണം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? FX എന്നുള്ള ഈ ഒരു ടാബുലർ കോളം എഴുതിയത്. അതിന്റെ ലാസ്റ്റ് നമ്മൾ ഈ FXകളൊക്കെ ആഡ് ചെയ്യും. ഡിവൈഡഡ് ബൈ N 40 ചെയ്തിട്ട് നമ്മൾ മീന് ഫൈൻഡ് ഔട്ട് ചെയ്തു.
ഇനി മീന് ഫൈൻഡ് ഔട്ട് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ മാർക്സിൽ നിന്നും ഓരോ ഇൻഡിവിജ്വൽ സ്കോറിൽ നിന്നും നമ്മൾ മീന് മൈനസ് ചെയ്യണം. മീന് നമുക്ക് ഇവിടെ 30 കിട്ടിയില്ലേ? 20 മൈനസ് 30 മൈനസ് 10 കിട്ടും. 25 മൈനസ് 30 മൈനസ് 5 കിട്ടും. 30 മൈനസ് 30 0 കിട്ടും. അങ്ങനെ ഈ ഒരു എക്സ് മൈനസ് എം എന്നുള്ള ടാബുലാർ കോളം നമ്മൾ ഫിൽ ചെയ്യും. ഓക്കെ, ആ ഒരു കോളം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? നോർമൽ ചെയ്ത പോലെ തന്നെ നമ്മൾ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കാം. അബ്സല്യൂട്ട് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഇൻറ്റു എഫ് ചെയ്യാം. ഓക്കെ, നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ വെച്ചിട്ട് ആ അബ്സല്യൂട്ട് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യാം. 4 ഇൻറ്റു 10 10 ഇൻറ്റു 5 ചെയ്യാം. അപ്പൊ നമുക്ക് എഫ് ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് കിട്ടും. അത് സം ചെയ്യാം, കിട്ടിയിട്ടുള്ള വാല്യൂസ് സം ചെയ്യാം, ഡിവൈഡഡ് ബൈ n ചെയ്താൽ നമുക്ക് മീൻ ഡീവിയേഷൻ കിട്ടും. ഓക്കെ, ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഇക്വേഷൻ സെയിം തന്നെയാണ്, പക്ഷെ ഇവിടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വരുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു ചെറിയ മാറ്റം വരുത്തിയുള്ളൂ. നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻ സെയിം തന്നെയാണ്, ചെയ്യുന്ന രീതിയിലാണ് വ്യത്യാസം വരിക അല്ലെ? ഫ്രീക്വൻസി വരുന്നതിന്റെ ആ ഒരു ദൂരം. ഇനി ക്ലാസ് ഇന്റർവെൽ നോക്കുകയാണെങ്കിലും നെക്സ്റ്റ് നമുക്ക് ഏതാ? കണ്ടിന്യൂസ് സീരീസിന്റെ ആണ് നോക്കാം അല്ലെ? കണ്ടിന്യൂസ് സീരീസിന്റെ എങ്ങനെയാ വരിക? ഒരു ക്ലാസ് ഇന്റർവെൽ ഉണ്ടായിരിക്കും. ആ ക്ലാസ് ഇന്റർവെല്ലിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സെയിം മെത്തേഡ് തന്നെയാണ്, നമ്മൾ മോഡൽ ക്ലാസ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇവിടെ ക്ലാസ് ഇന്റർവെൽ ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. നമ്മൾ മാർക്കായിട്ട് ഇവിടെ ഏതാ എടുക്കുക? 1 to 10 അല്ലേ ക്ലാസ് ഇന്റർവെൽ? ഫസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ഇൻഡിവിജ്വലിന്റെയും സ്കോർ എടുക്കുന്നതിന് പകരമായിട്ട് ഇവിടെ ക്ലാസ് ഇന്റർവെല്ലിന്റെ മിഡ് പോയിന്റ് ആണ് നമ്മൾ എടുക്കുക. അപ്പൊ ഫസ്റ്റ് സ്കോർ ആയിട്ട് നമ്മൾ ഏതായിരിക്കുക? 1 to 10 അല്ലേ? അപ്പൊ 10 plus 1/2 11/2 5.5 ആണ് ഫസ്റ്റ് സ്കോർ, അതായത് എക്സ് ആയിട്ട് നമ്മൾ എടുക്കാം. ഓക്കെ, 11 to 20 അതുപോലെ തന്നെ 20 plus 11 31/2 ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ ഓരോ മിഡ് പോയിന്റ് ഓഫ് ക്ലാസ് ഇന്റർവെൽ കണ്ടെത്തും. അതാണ് നമുക്ക് എക്സ് ആയിട്ട് വരിക. ഇൻറ്റു എന്ത് ചെയ്യും? എഫ് എക്സ് ചെയ്യും. എഫ് എക്സ് ബൈ എൻ ചെയ്താൽ, സമ്മേഷൻ എഫ് എക്സ് ബൈ എൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ മീന് കിട്ടും. അത് വെച്ചിട്ട് പിന്നെ ഓരോ ഡാറ്റയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും? ഓരോ ഇൻഡിവിജ്വൽ സ്കോർ, അതായത് മിഡ് പോയിന്റ് ഓഫ് ക്ലാസ് ഇന്റർവെല്ലിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു മീനിന്റെ വാല്യൂ മൈനസ് ചെയ്യും. അപ്പൊ നമുക്ക് എഫ് എക്സ് ന്യൂ എക്സ് കിട്ടും, സ്മോൾ ലെറ്റർ എക്സ് കിട്ടും. പിന്നെ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കും, അതിന്റെ നെഗറ്റീവ് സൈൻ ഒഴിവാക്കും, അതാണ് അബ്സല്യൂട്ട് വാല്യൂ. ആ കിട്ടിയിട്ടുള്ള വാല്യൂവിനെ എഫ് എക്സ് ചെയ്യും, ഡിവൈഡഡ് ബൈ n ചെയ്താൽ നമുക്ക് ഈ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ മീൻ ഡീവിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇക്വേഷൻ സെയിം തന്നെയാണ്. നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ ഏത് ഫോർമാറ്റിലാണ് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ കാൽക്കുലേഷനിൽ ചെറിയൊരു വ്യത്യാസം, അതായത് ടാബുലർ കോളത്തിൽ ചെറിയൊരു വ്യത്യാസം വരുന്നേ ഉള്ളൂ. അപ്പൊ അതൊന്നും ലിസ്റ്റ് നോക്കി വെച്ച് പോകാട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്നാണ് എന്ത് ചെയ്യുക? റെപ്രസെന്റ് ചെയ്യുക. Standard deviation is the square root of the mean of the squares of deviation of all the items from the arithmetic mean. Okay. അപ്പൊ എന്താ? മീനിൽ നിന്നും സ്ക്വയേഴ്സ്, മീന് കാണാം, അതിന്റെ സ്ക്വയർ എടുക്കാം, മൈനസ് എന്താണ്? അരിത്തമെറ്റിക് മീന് കാണാം, അതിന്റെ സ്ക്വയർ എടുക്കാം. ഓക്കെ, it is the mean of the squares of the deviation of all items from arithmetic mean minus എന്താണ്? mean of the square ആണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, ചെയ്ത് നോക്കാം അല്ലെ? അപ്പൊ ഒന്നുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, ഇപ്പൊ റോ ഡയറ്റക്ക് ആണെന്നുണ്ടെങ്കിൽ സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ എൻ ആണ് വരിക. എക്സ് എന്ന് പറഞ്ഞാല് റോ ഡാറ്റ, തന്നിട്ടുള്ള ഡാറ്റ ഡിവൈഡഡ് ബൈ മീൻ ആണ് വരിക. ഓക്കെ, അതായത് ഒരു നമുക്കിപ്പോ തന്നിട്ടുള്ള സ്കോർ ഇല്ലേ, അതിന്റെ സ്ക്വയർ ഓഫ് ദ ഡീവിയേഷൻ ഓഫ് ഓൾ ഐറ്റം ഫ്രം ദ അരിത്തമെറ്റിക് മീൻ, അതായത് തന്ന മാർക്ക് മൈനസ് അബ്സല്യൂട്ട് മീൻ, അരിത്തമെറ്റിക് മീന്, അതിന്റെ സ്ക്വയർ. ഓക്കെ, അതിന്റെ അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? നമുക്കിപ്പോ ഒരു സ്കോർ തന്നെന്ന് വിചാരിക്കുക, എനിക്ക് കിട്ടിയ മാർക്ക് 20 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ആ 20 മൈനസ് എന്താ? നമുക്ക് നമ്മുടെ ടോട്ടൽ ക്ലാസ്സിന് നമ്മളൊരു മീന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. ആ മീന് അതിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എൻ. ഇതുപോലെ, അതായത് ഈ എക്സ് എന്റെ മാർക്കിൽ നിന്ന് അരിത്തമെറ്റിക് മീൻ കുറക്കുന്ന പോലെ ക്ലാസ്സിലുള്ള എല്ലാ സ്റ്റുഡൻസിന്റെയും നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. എന്നിട്ട് അതൊക്കെ ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡഡ് ബൈ n ചെയ്യും. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് സെപ്പറേറ്റ് വായിച്ചു നോക്കട്ടെ, അപ്പൊ ഒന്നുകൂടെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാവുന്ന വിചാരിക്കുന്നു. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി ജസ്റ്റ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത പോലെ തന്നെ എക്സ് നമുക്കൊരു ടാബുലാർ കോളത്തിലുണ്ട്,
സ്മോൾ ലെറ്റർ എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓരോ എക്സിൽ നിന്നും നമ്മൾ മീൻ വാല്യൂ ആവറേജ് വാല്യൂ കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സ്മോൾ ലെറ്റർ എക്സ് കിട്ടും. അതിന്റെ സ്ക്വയർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സ്ക്വയർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് സിഗ്മയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, സ്ക്വയർ ഡിവൈഡഡ് ബൈ n ചെയ്താൽ സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ n ചെയ്താൽ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ n ചെയ്താൽ നമുക്ക് സിഗ്മയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഈ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേറെ കുറെ ഇക്വേഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമുള്ള ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. ഇനി ഗ്രൂപ്പ്ഡ് ഡാറ്റ. ഗ്രൂപ്പ്ഡ് ഡാറ്റയ്ക്ക് നമ്മൾ എങ്ങനെയാ ചെയ്യാം? സെയിം പ്രൊസീജിയർ തന്നെയാണ്. ക്ലാസ് ഇന്റർവെൽ ഉണ്ടായിരിക്കും. ക്ലാസ് ഇന്റർവെല്ലിന്റെ മിഡ് പോയിന്റ് ആണ് ഇതിൽ എന്ത് ചെയ്യാം? നമ്മൾ മാർക്കായിട്ട് സ്കോർ ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ മാർക്കിൽ നിന്നും നമുക്ക് ഇത് കുറച്ചിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, one second. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷനിലും പൊസിഷനിലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട്, അതായത് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതണം. ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഡിഫറെന്റ് നമ്പേഴ്സ് അങ്ങനെ ഒരുമിച്ച് കൊടുത്തൊക്കെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അതിന് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് എഴുതണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ള കാൽക്കുലേഷൻസ് ചെയ്യാം. ക്വാർട്ടൈൽ ഡീവിയേഷനിൽ മെയിൻലി ഒരു ഗിവൺ ഡാറ്റനെ 4 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു പോയിന്റ്സിന് നമ്മൾ ക്വാർട്ടൈൽ പോയിന്റ്സ് എന്നാണ് പറയാ കേട്ടോ. ടു ഡിവൈഡ് എ ഡിസ്ട്രിബ്യൂഷൻ ഇൻ വിച്ച് ഐറ്റംസ് ആർ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർഡർ into 4 equal parts, 3 points are required and these points are called quartile point. ഒരു ലൈനെ നമ്മൾ 4 ഈക്വൽ പാർട്സ് ആക്കണമെങ്കിൽ നമുക്ക് 3 പോയിന്റ്സ് വേണ്ടേ? ഓക്കെ, ഇപ്പൊ ഇവിടെ തന്നെ ഞാൻ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 0 to 100 വരെയുള്ള ഒരു ലൈന്. അതിനെ നമുക്ക് 4 ഈക്വൽ പാർട്സ് ആക്കണമെങ്കിൽ 25ന്റെ അടുത്ത് കിടക്കുന്ന ഒരു പോയിന്റ് ബി സി ഡി, ഈ 3 പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഗിവൻ ലൈനിനെ 4 ഈക്വൽ പാർട്സ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 3 പോയിന്റ്സുകളെ നമ്മൾ ക്വാർട്ടൈൽ പോയിന്റ്സ് എന്നാണ് പറയാം. ഫസ്റ്റ് വണ്ണിനെ Q1, അതായത് ഫസ്റ്റ് ക്വാർട്ടൈൽ എന്ന് പറയും, അല്ലെങ്കിൽ ലോവർ ക്വാർട്ടൈൽ എന്ന് പറയും. അത് എന്താണ്? 1/4 പോർഷൻ ആണ് വരിക. ടോട്ടൽ ലൈനിന്റെ 1/4 പോർഷൻ ആണ് വരിക. ഇനി സെക്കൻഡ് ലൈനിനെ നമ്മൾ മീഡിയൻ ലൈൻ എന്ന് പറയും. അത് 1/2 പോർഷൻ ആണ് വരിക അല്ലെ, മിഡ് പോയിന്റിലാണ് കിടക്കുക. അതായത് ആ ഒരു മീഡിയൻ Q2 എന്ന് പറഞ്ഞ പോയിന്റ് ആ എൻഡിയർ സാമ്പിളിനെ ഈക്വൽ പാർട്സ് ആക്കിയിട്ട് മാറ്റുന്നുണ്ടായിരിക്കും. ഇനി തേർഡ് ക്വാർട്ടൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പർ ക്വാർട്ടൈൽ എന്നും പറയാറുണ്ട് Q3. അത് 3/4 പാർട്ട് ആക്കിയിട്ടാണ് മാറ്റുക. ഓക്കെ, ഗിവൺ ലൈനിനെ 3/4 പാർട്ട് ആക്കിയിട്ടാണ് മാറ്റുക. ഓക്കെ, ഇനി എങ്ങനെയാ ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാം? ദ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ ക്വാർട്ടൈൽ നെയിംലി Q3 ആൻഡ് Q1 ഈസ് കാൾഡ് ഇന്നർ ക്വാർട്ടൈൽ റേഞ്ച്. അതായത് Q3യും Q1ഉം തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയാ. അതിന്റെ പകുതിയാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? Q1 കാണും, പിന്നെ Q3 കാണും, Q3 മൈനസ് Q1 കാണും. അതിന്റെ പകുതി എടുത്താൽ നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇതിലും നമ്മൾ റോ ഡാറ്റയ്ക്ക് ചെയ്യണം. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനും ഗ്രൂപ്പ് ഡിസ്ട്രിബ്യൂഷനിൽ 2 ഐറ്റംസിനും ചെയ്യാനുണ്ട്. അതായത് നമുക്ക് എങ്ങനെ ഏത് ഫോർമാറ്റിലാണോ ഡാറ്റ തന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ചെയ്യാം. ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, ഇനി നമ്മൾ റോ ഡാറ്റയ്ക്ക് എങ്ങനെയാ ചെയ്യാം? നമുക്ക് തന്നിട്ടുള്ള ഡാറ്റനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ ചെയ്താൽ Q1 കാണാം. Q1 റോ ഡാറ്റയ്ക്ക് Q1 കാണേണ്ടത് n+1/4 ടേമിന്റെ വാല്യൂ ആണ് Q1 ആയിട്ട് വരിക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ Q3 കാണാം. Q3 എങ്ങനെയാ കാണാം? റോ ഡാറ്റയ്ക്കാണ് കേട്ടോ n+1/4 വരിക. ബാക്കി കണ്ടിന്യൂസ് ഡാറ്റക്കൊക്കെ n/4 എന്നാ കാണാം. അപ്പൊ നിങ്ങൾ തെറ്റിപ്പോണ്ട. റോ ഡാറ്റയാണ് നിങ്ങൾക്ക് തന്നതെന്നുണ്ടെങ്കിൽ, അതായത് അൺഗ്രൂപ്പ്ഡ് ആയിട്ടുള്ള ഡാറ്റാസ് ആണ് നിങ്ങൾക്ക് തന്നതെന്നുണ്ടെങ്കിൽ
Q1 കാണാൻ വാല്യൂ ഓഫ് n+1/4 ഐറ്റം ആണ് വരിക. Q3 3 into n+1/4 ഐറ്റം ആണ് വരിക. പിന്നെ ആ രണ്ടിന്റെയും വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്തതിനു ശേഷം Q3 - Q1/2 ചെയ്താൽ നമുക്ക് Q കാണാൻ വേണ്ടിയിട്ട് പറ്റും, ക്വാർട്ടൈൽ ഡിവിഷൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, റോ ഡാറ്റയാണ്. അതായത് ഓരോ ഇൻഡിവിജ്വലിന്റെയും സ്കോർ ആണ് തന്നിട്ടുള്ളത് അല്ലെ. 10, 20, 30, 70, 80, 90 അങ്ങനെ ഇൻഡിവിജ്വൽ സ്കോർസ് ആണ് തന്നിട്ടുള്ളത്. ആ ഇൻഡിവിജ്വൽ സ്കോർസിൽ നമ്മൾ എന്ത് ചെയ്യുക, n+1 എത്ര വാല്യൂസ് ഉണ്ട് ഇവിടെ? 1, 2, 3, 4, 5, 6 വാല്യൂസ് ഉണ്ട് അല്ലെ. 6 + 1 7, 7/4. ഓക്കെ, 1.75 ടേം എന്ന് കിട്ടും. അപ്പൊ അതെങ്ങനെയാ കാണാം? Value of first term plus 0.75 into value of the second term into value of the item set number 2 minus value of item 1. Okay, അതായത് ആദ്യം നമ്മൾ ഫസ്റ്റ് ടേം ചെയ്താൽ അവിടെ ഫസ്റ്റ് ടേം 10 ആണ്, പ്ലസ് 7.5 ഇൻറ്റു സെക്കൻഡ് ടേമിന്റെയും ഫസ്റ്റ് ടേമിന്റെയും ഡിഫറൻസ് എടുക്കാം, 20 - 10. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യുമ്പോൾ 70.5 എന്ന് എന്ത് കിട്ടും? Q1 കിട്ടും. അതേപോലെ തന്നെ Q2 ചെയ്യാം. Q2 എങ്ങനെ ചെയ്യാം? Value of the third term, value of the 3 into n+1/4 term. n+1/4 term നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. into 3 ആ ഒരു ഫോർമാറ്റിലും ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേറ്റും വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, എന്നിട്ട് പിന്നെ Q3 - Q1/2 ചെയ്താൽ നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷന്റെ വാല്യൂ കിട്ടുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഫോർ ഗ്രൂപ്പ്ഡ് ഡാറ്റ ഡിസ്ക്രീറ്റ് സീരീസ്. അതായത് നമുക്ക് ഫ്രീക്വൻസി ഫോർമാറ്റിലാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? അസെൻഡിങ് ഓർഡറിൽ ഐറ്റംസ് ചെയ്യാം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഫൈൻഡ് ഔട്ട് ചെയ്യാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? Q1ന്റെ വാല്യൂ L1 + n/4 - C1/F1 into I എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടും Q3ന്റെ വാല്യൂ L3 + 3n/4 - C3/F3 എന്നുള്ള F3 into I എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. എന്നിട്ട് Q3 - Q1/2 ചെയ്താൽ നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു ജസ്റ്റ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മാർക്സ് ഉണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. മാർക്സ് ഫസ്റ്റ് കോളത്തിലേക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ്, പിന്നെ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഫസ്റ്റ് ക്വാർട്ടൈൽ കണ്ടെത്തണമെങ്കിൽ നമ്മൾ എങ്ങനെയാ? ഇതിനു മുമ്പുള്ളതിൽ നമ്മൾ പറഞ്ഞത് n+1/4 ടേം അല്ലേ. പക്ഷെ ഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ നമ്മൾ n/4 ടേം നോക്കാം. ഇവിടെ 220 ആണ് അല്ലെ ടോട്ടൽ നമ്പറും. അപ്പൊ n/4 വരുമ്പോ എത്ര വരും? 55 വരും. അപ്പൊ 55 വരുന്ന ടേം ഏതാണ് നോക്കാം. ഏതാ 55 വരുന്നത്? 51 to 90 വരെയുള്ളത് വരുന്നത് 20 ആണ് അല്ലെ. ഓക്കെ, അപ്പൊ 55th ടേം ഇൻ ബിറ്റ്വീൻ എവിടെയായിരിക്കും? 10നും 20നും ഇടയിലായിരിക്കും അല്ലെ. അപ്പൊ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞത് നമുക്ക് എന്ത് കൊടുക്കാം? L അല്ലെ. അതില് C എന്ന് പറഞ്ഞ ലോവർ ലിമിറ്റ് 10 ആയിരിക്കും. ഓക്കെ, അതായത് 10 to 20ക്ക് ഇടയിലാണ് എന്ത് കിടക്കുന്നത്? 55 കിടക്കുന്നത്. അപ്പൊ ലോവർ ലിമിറ്റ് 10 ആണ്. C എന്ന് പറഞ്ഞത്, അതായത് അതിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്താണ്? 50 ആണ്. C എന്ന് പറഞ്ഞത് എന്താ? ബിഫോർ ഉള്ളതല്ലേ ചോദിക്കുക. അതായത് നമ്മൾ ഏത് ക്ലാസ് ആണോ എടുക്കുന്നത് അതിന്റെ തൊട്ട് മുമ്പുള്ള ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് C1 ആയിട്ട് എഴുതേണ്ടത്. അത് 50 വരും. F1 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഏതാണോ നമ്മുടെ മോഡൽ ക്ലാസ്, അല്ലെങ്കിൽ മോഡൽ ക്ലാസ് എന്നല്ല, ഏതാണോ നമ്മുടെ ആ ഒരു 55 വരുന്ന ക്ലാസ്, അതിന്റെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് എഴുതേണ്ടത്. അത് ഇവിടെ ഏതാണ്? 40 ആണ്. ഇൻറ്റു I 10 ആണ് അല്ലെ. 10, 20, 30 എങ്ങനെയല്ലേ പോകുന്നത്? അതിന്റെ ഡിഫറൻസ് എത്രയാണ്? 10 ആണ്. ഓക്കെ, അപ്പൊ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് Q1 കാണാം. ഇതേ ഫോർമാറ്റിൽ തന്നെ നമുക്ക് Q3 കണ്ടിട്ട് അതിന്റെ ഡിഫറൻസ് /2 ചെയ്താൽ നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ജസ്റ്റ് ഇക്വേഷൻ പഠിച്ചു വെക്കാം. ഇക്വേഷനിലുള്ള ഓരോ ടേമുകളും എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു വെക്കാം. പിന്നീട് ടാബുലർ കോളം പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ട് കമ്പ്യൂട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കാം കേട്ടോ. ഇനി ഗ്രൂപ്പ്ഡ് ഡാറ്റ ഇതുപോലെ എന്തായിരിക്കും? ഒരു ക്ലാസ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കാം. അതിൽ നമുക്ക് L1 വരുന്നത് എക്സാക്ട് ലോവർ ലിമിറ്റ് ആണ്. അത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടില്ലേ? ആ ഒരു ഫോർമാറ്റിൽ ചെയ്യാം. എന്താ? നമുക്ക് തന്നിട്ടുള്ള മോഡൽ ക്ലാസിന്റെ ലോവർ ലിമിറ്റ്, അതിന് തൊട്ട് മുമ്പുള്ള ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് /2. ആ ഒരു ഫോർമാറ്റിലാണ് L1 ചെയ്യാം. ഓക്കെ, L1 ഇവിടെ 20.5 എങ്ങനെയാണ് കിട്ടിയെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ മോഡൽ ക്ലാസ് നോക്കാം. മോഡൽ ക്ലാസിന്റെ ആ ഒരു റേഞ്ച്, മോഡൽ ക്ലാസ് ഏതാ ഇവിടെ വരുന്ന ലിസ്റ്റ് പറയുകയാണെങ്കിൽ മോഡൽ ക്ലാസ് വരിക 21 to 30 എന്നുള്ളതാണ് മോഡൽ ക്ലാസ് വരിക അല്ലെ. അപ്പൊ ഇവിടെ 21 ലോവർ ലെവൽ ലിമിറ്റ് 21,
പ്ലസ് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ്, തൊട്ട് മുന്നേയുള്ള ക്ലാസ് ഏതാ 11 to 20 അല്ലെ, അതിന്റെ അപ്പർ ലിമിറ്റ് 20, 21 plus 20 41 ഡിവൈഡഡ് ബൈ 2, ഓക്കെ, ഡിവൈഡഡ് ബൈ 2 20.5. അങ്ങനെയാണ് ഇവിടെ L1 എന്നുള്ള വാല്യൂ 20.5 എന്നത് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് മുമ്പുള്ളതിൽ റിപ്പീറ്റ് ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇത്രയും പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. നമുക്ക് ചെറിയൊരു പാർട്ട് കൂടെ ഡിസ്കസ് ചെയ്യാണ്ട്, കോറിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഗ്രാഫ്സും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് ഒരു സെക്ഷൻ ആയിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.